പേടിപ്പിച്ച് കളഞ്ഞല്ലോ പിള്ളേരെ. ഇതൊക്കെ കണ്ട് പേടിച്ചാലോ? ഞങ്ങളുടെ കുട്ടിയേട്ടനെ സ്വീകരിക്കണ്ടേ? കഴിഞ്ഞ 3 വർഷമായി എന്റെ കുട്ടേട്ടനെ ഇതുപോലൊന്ന് കാണാൻ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം ഏട്ടന്റെ അസുഖം മാറിയത്. അസുഖോ? ആർക്കസുഖം? എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? പറയാമേ. അസുഖം നിനക്കാടി കുറുമ്പി, തല്ലുകൊള്ളാത്തന്റെ സുഖേട്. അല്ല, ഞങ്ങളിവിടെ ഇല്ലായിരുന്ന സമയത്ത് നീയും അഭിയൊക്കെ വീടെടുത്ത് തിരിച്ചിട്ടാണോന്ന് അറിയാം. എത്ര ദിവസമായി നീ പുസ്തകം തുറന്നു നോക്കിയിട്ട്? പുസ്തകത്തിന്റെ കാലമൊക്കെ പോയില്ലേ എന്റെ ഡാഡിക്കുട്ട. കംപ്ലീറ്റ് ഓൺലൈനും കമ്പ്യൂട്ടറും ഒക്കെ അല്ലേ. ഓഹോ, അതിനല്ലേ സോഷ്യൽ മീഡിയ ഒക്കെ. അതിനകത്ത് തല പൊഴുത്തി കിടക്കല്ലായിരുന്നോ? ആ പറഞ്ഞ പോയിന്റ് വല്ലച്ചൻ പറഞ്ഞ ശരിയാ. നിങ്ങൾ പോയ പിന്നെ ഇവള് പുസ്തകം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫുൾ ടൈം ഫ്രണ്ട്സുമായിട്ട് അങ്ങ് കറക്കുക. കളിയും ചിരിയും തമാശയൊക്കെ മതി. സിദ്ധുമോൻ ആകെ ടയർഡായിട്ടാ വന്നിരിക്കുന്നത്. സ്മൃതി, അധികം അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. സിദ്ധുമോനെ, നീ കുറച്ചേരം പോയി റെസ്റ്റ് എടുക്ക്. ഹേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല അച്ഛാ. റെസ്റ്റ് കൊടുക്കണ്ട. ഞാനേ ഇവളായിട്ട് പഴയ പോലെ ഒന്ന് ഗുസ്തി എടുക്കട്ടെ. ഓ, ഹൈഡ് ആൻഡ് സീക്ക്. അതോ കണ്ണുകെട്ടി കളിക്കണോ? ഏതാ ഇപ്പൊ ഫേവറേറ്റ്? എന്തായാലും മിക്കി മൗസ് കളിക്കാൻ ഞാനില്ല. ഇവളെന്തൊക്കെ പറയണേ? ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടന്ന് നിന്റെ തലയിലെ ബുദ്ധിയൊക്കെ പോയാ? എടി, നിനക്കിപ്പോ 20 വയസ്സായില്ലേ? എന്ന് പറഞ്ഞാ കെട്ടിക്കാനുള്ള പ്രായമായി എന്നർത്ഥം. 20ഓ? എനിക്ക് 23 കഴിഞ്ഞു. പിന്നെ നമ്മള് കോവളത്തെ ഹോട്ടലില് ഇവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. പാസ് 3 ഇയേഴ്സേ ഏട്ടൻ എന്റെ കുഞ്ഞനിയനായിരുന്നു. അതൊക്കെ മറന്നു അല്ലേ? 3 വർഷോ? അപ്പൊ ഞാൻ 3 വർഷമായിട്ട് അസുഖമായിട്ട് കിടക്കായിരുന്നു. കൊള്ളാം. കിടക്കാനോ? ഒന്നിരുന്നിട്ട് പോലുമില്ല. ചാട്ടോ ഓട്ടോ അല്ലായിരുന്നു. എന്റെ ഊപ്പാട് വന്നിട്ടുണ്ട്. അഭിയേട്ടന്റെ മാത്രമല്ല, എന്റെയും കുഞ്ഞിക്കുട്ടനല്ലായിരുന്നോ? സ്റ്റോപ്പ് ഇറ്റ്. വന്ന ഉടനെ ഞാൻ പറഞ്ഞല്ലേ അവനാകെ ടയേർഡാണെന്ന്. വെറുതെ കഴിഞ്ഞ കാര്യം പറഞ്ഞ് അവനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. എന്ത് ടെൻഷൻ? എന്റെ കുട്ടന് കുട്ടിക്കാലം ആയിരുന്നല്ലോ. എല്ലാ മനുഷ്യരും കൊതിക്കുന്നതല്ലേ എപ്പോഴും കുട്ടിയായിട്ടിരിക്കാൻ. ശരിക്കും എന്റെ മോൻ ഹാപ്പി ആയിരുന്നു അല്ലേടാ? ഇനി ഓരോന്ന് പറഞ്ഞ അവനെ ബുദ്ധിമുട്ടിക്കണ്ട. ജാനകി, അവനെ മുറിയിലേക്ക് കൊണ്ടുപോകും. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ ഏട്ടനെ. എന്നാ ഞാനും വരുന്നു.